തെമ്മല പോയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. പിന്നെ ഞങ്ങൾ കയറിയത് കുട്ടവഞ്ചിയിലായിരുന്നേ. ഇത് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ സൂപ്പറായിരുന്നു കേട്ടാ. ഇതിൻ്റെ ടിക്കറ്റ് ആയിട്ട് വന്നത് 5 പേർക്ക് 800 സംതിങ് രൂപയാണ് ആയത്. 7 മിനിറ്റാണ് ഇതിൻ്റെ സമയം കേട്ടാ. നമ്മൾ നല്ലതുപോലെ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ജംഗിൾ സഫാരിയിലോട്ട് പോകാനാണ്. അതിന് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 89 രൂപയാണ്. വൈൽഡ് ലൈഫിൻ്റെ ബസ്സുണ്ട്, അതിനകത്ത് തന്നെ ഞങ്ങളെ കൊണ്ടുപോകുന്നത്. 45 മിനിറ്റാണ് ഇതിന് സമയം അനുവദിച്ചിരിക്കുന്നത്. 15 മിനിറ്റോളം യാത്ര ചെയ്യും. അരമണിക്കൂർ അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ബസ്സിൽ നിന്ന് ചെന്നിറങ്ങിയപ്പോഴേ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. അടിപൊളി ലേക്ക്. മരങ്ങളൊക്കെ കാണാൻ തന്നെ എന്ത് ഭംഗിയായിരുന്നു. ഞങ്ങൾ ശെന്തുരുണിയും പോയി കണ്ടു. നെക്സ്റ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് ഡീർ റീഹാബിലേഷൻ സെന്ററിലാണ്. ഇത് കുറച്ച് മാനൊക്കെ ഉണ്ടായിരുന്നേ. അതിലൊരു മാനാണെങ്കിൽ മോൻ്റെ അടുത്തോട്ട് വന്നത്. പിന്നെ അങ്ങനെ അവൻ ഒരു പച്ചലേക്ക് പറിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. അടുത്ത കാണാൻ പോയത് അഡ്വഞ്ചർ സോണിലോട്ടാണ് പോയത്. ഒരുപാട് നടക്കാനുണ്ടായിരുന്നേ അതിനകത്ത് പോകാൻ. പക്ഷെ നല്ലതായിരുന്നേ. നമ്മൾ ഒരുപാട് നടന്നു. കുറച്ച് നേരം നടന്നപ്പോൾ മക്കളൊക്കെ കാല് കഴിക്കണമെന്ന് പറഞ്ഞായിരുന്നു. സത്യത്തിൽ എല്ലാവർക്കും കാലൊക്കെ കഴിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ നടന്ന് പിന്നെ പോകുന്ന വഴിയിലൊക്കെ ഓരോ ആരോയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കറക്റ്റ് സ്ഥലത്ത് ചെന്നെത്താനായിട്ടുള്ള. കുറേ നടക്കാനുണ്ടായിരുന്നേ. നടന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് കാല് കഴിച്ചു. അങ്ങനെ അവർ രണ്ടുപേരുടെ അവിടെ കയറി ഇരുന്ന്. പിന്നെ വീണ്ടും ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നിട്ടുണ്ടായിരുന്നേ. അവിടെ കണ്ട ഒരു പൂവാണ് മോളെടുത്ത് ഇപ്പം കാണിച്ചിരുന്നത്, തറയിൽ വീണ് കിടന്നത്. അവിടെ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ മൂന്നുപേരും അതിനകത്തൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തിന് ഞങ്ങൾ പോണ്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു പോണ്ടായിരുന്നേ. അതിനകത്ത് കുറച്ച് മീനുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ കയർ കൊണ്ടുണ്ടാക്കിയ ആക്ടിവിറ്റീസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അത് മക്കളെല്ലാവരും കുറച്ച് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ബോട്ട് ഇപ്പോൾ സർവീസ് ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിനകത്ത് കുറച്ച് നേരം കാലൊക്കെ ഇട്ട് മീനിൻ്റെ അടുത്തോട്ട് നിന്നിട്ടുണ്ട്. തെമ്മല പോയ വിശേഷം ഇത്രയൊക്കെയുള്ളേ. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.